നമസ്കാരം. പ്രധാന വാർത്തകൾ. ജില്ലാ സഹകരണ ബാങ്ക് മാതമംഗലം ശാഖയുടെ പുതിയ കെട്ടിടം സഹകരണ മന്ത്രി CN ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. സഹകരണ മേഖല ജനങ്ങൾക്ക് അന്യമാകുകയാണെന്ന് മന്ത്രി. കലാകാങ്കോലിന്റെ വാർഷികാഘോഷം ചലച്ചിത്രതാരം മധുപാൽ ഉദ്ഘാടനം ചെയ്തു. ജാതിയുടെയും മതത്തിന്റെയും പേരിൽ സഹജീവികളെ വെറും വസ്തുക്കളായി കാണുന്ന കാലഘട്ടമാണ് നമ്മുടേതെന്ന് മധുപാൽ. കാർഷിക കേരളത്തിന് തന്നെ മുതൽക്കൂട്ടായി ജില്ലാ പഞ്ചായത്തിന്റെ വിത്തുൽപാദന കേന്ദ്രം. നെല്ലിനൊപ്പം പച്ചക്കറികളുടെ വൈവിധ്യങ്ങളാണ് കേന്ദ്രത്തിൽ കൃഷി ചെയ്യുന്നത്. റേഷൻ കാർഡ് ഫോട്ടോയെടുപ്പിനെ ചൊല്ലി തൃക്കരിപ്പൂരിൽ AKPIയുടെ നേതൃത്വത്തിൽ ഫോട്ടോയെടുപ്പ് കേന്ദ്രത്തിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും. ബാലസംഘം പയ്യന്നൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എഴുത്തിലേക്ക് ഒരു ചുവട് ശില്പശാല സംഘടിപ്പിച്ചു. ശില്പശാല കവി CM വിനയേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വിശദമായ വാർത്തകളിലേക്ക്. സഹകരണ സ്ഥാപനങ്ങൾ ജനങ്ങൾക്ക് അന്യമായിക്കൊണ്ടിരിക്കുകയാണെന്ന് മന്ത്രി CN ബാലകൃഷ്ണൻ. ലാഭചിന്ത കുറച്ച് നഷ്ടമുണ്ടാക്കാതെ ജനപക്ഷത്ത് നിന്ന് പ്രവർത്തിക്കാൻ സഹകരണ സ്ഥാപനങ്ങൾ തയ്യാറാവണമെന്നും മന്ത്രി. ജില്ലാ സഹകരണ ബാങ്ക് മാതമംഗലം ശാഖയുടെ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ജനങ്ങളാണ് സഹകരണ സ്ഥാപനങ്ങളുടെ സൃഷ്ടാക്കൾ. പക്ഷേ ഇന്ന് ജനങ്ങളുടെ പക്ഷത്തു നിന്നല്ല സഹകരണ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നത്. ആ സ്ഥിതി മാറണം. ലാഭം മാത്രം ലക്ഷ്യമിടാതെ നഷ്ടം വരാതെ ജനങ്ങളെ സഹായിക്കാനാണ് സഹകരണ ബാങ്കുകൾ ശ്രമിക്കേണ്ടതെന്ന് മന്ത്രി CN ബാലകൃഷ്ണൻ കൂട്ടിച്ചേർത്തു. സുരക്ഷിതമായ ഒരു സംഘത്തിന് മാത്രമേ ഡെപ്പോസിറ്റ് സ്വീകരിക്കാതിയാവുള്ളൂ. കാരണം എന്താ? ആ ഡെപ്പോസിറ്റ് ആരുടെയാണ്? സാധാരണക്കാരുടെ ഡെപ്പോസിറ്റാണ്. അവൻ കഷ്ടപ്പാട് ചെയ്തുണ്ടാക്കിയ ഡെപ്പോസിറ്റുകൾ ബാങ്കിൽ കൊടുക്കുക. ഇതും പറഞ്ഞിട്ട് അതും മിണുങ്ങി ഡെപ്പോസിറ്റുകാർക്ക് പണം മടക്കി കൊടുക്കാൻ സാഹചര്യം കേരളത്തിൽ പാടുണ്ടോ? സഹകരണ മേഖലയ്ക്ക് പറ്റുമോ? അത് നിയമങ്ങളുണ്ടാവും. ഇന്ന് കാലത്ത് ഉച്ചയ്ക്ക് കണ്ണൂരിലെ പല സഹകാരികൾക്കും ചില കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നില്ല. ലോക്കർ ഉദ്ഘാടനം VN എരിപുരവും കമ്പ്യൂട്ടർ സ്വിച്ച് ഓൺ കർമ്മം M നാരായണൻകുട്ടിയും നിക്ഷേപ സമാഹരണം പഞ്ചായത്ത് പ്രസിഡന്റ് KB ബാലകൃഷ്ണനും ATM കാർഡ് വിതരണം ജോയിന്റ് രജിസ്ട്രാർ K സുരേന്ദ്രനും നിർവഹിച്ചു. പ്രസിഡന്റ് AK ബാലകൃഷ്ണൻ അധ്യക്ഷനായിരുന്നു. നിരവധി പേർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പിലാത്തറ. ജാതിയുടെയോ മതത്തിന്റെയോ പേരിൽ സഹജീവികളെ ശ്രദ്ധിക്കാതെ കാര്യസാധ്യത്തിനു വേണ്ടി മനുഷ്യനെ വെറും വസ്തുക്കളായി കാണുന്ന കാലഘട്ടത്തിൽ കൂടിയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നതെന്ന് ചലച്ചിത്രതാരം മധുപാൽ. കലാകാങ്കോലിന്റെ 22ാം വാർഷിക ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ക്ലബിന്റെ ഭാഗമായി നിർമ്മിച്ച K രാമമരാർ അനുസ്മരണ ഹാളിന്റെ ഉദ്ഘാടനവും മധുപാൽ നിർവഹിച്ചു. മതം തീവ്രമാകുന്ന ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് നാം കടന്നുപോകുന്നത്. ആളുകളുടെ പേരിന്റെ അവസാനം ജാതിപ്പേരോ മതപ്പേരോ ചേർത്ത് മതം പ്രകടിപ്പിക്കണമെന്ന ചിന്തയോടെ കുഞ്ഞുങ്ങളെപ്പോലും മാറ്റിയെടുക്കുന്നത് ഒരു ദുരന്തത്തിലേക്കുള്ള യാത്രയാണ്. ഇത്തരം ഒരു ഭീകരമായ അവസ്ഥയാണ് ഇന്ന് നാം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നതെന്നും മധുപാൽ അഭിപ്രായപ്പെട്ടു. ജാതി, മതം എന്നിവ പാടില്ല എന്നൊക്കെ പറഞ്ഞു തന്ന നിരവധി ഗുരുക്കന്മാർ നമുക്കുണ്ട്. അവയൊന്നും ഉൾക്കൊള്ളാതെ മനസ്സിനെ ഇടുങ്ങിയ നിലയിലേക്ക് പരിവപ്പെടുത്തുകയാണ് നാം ചെയ്യുന്നത്. ഈ സ്ഥിതി മാറണം. അതിന് ആദ്യം നാം നമ്മെ തന്നെ തിരിച്ചറിയണമെന്നും മധുപാൽ കൂട്ടിച്ചേർത്തു. ആളുകളുടെ പിന്നിൽ ജാതിയുടെ അടിസ്ഥാനത്തിൽ മാത്രമായിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും മതത്തിൻ്റെ ആളാണെന്ന് വ്യക്തമാക്കുന്ന രീതിയിലേക്ക് കുഞ്ഞുങ്ങളെ പോലും മാറ്റിയെടുക്കുന്ന ഒരു ചിന്തയുണ്ടാവുന്നത് ഇന്ന് ഏറ്റവും ഭീകരമായ ഒരവസ്ഥയിലേക്കാണ് പോകുന്നത്. നമുക്ക് ജാതി മതം പാടില്ല എന്ന് നമുക്ക് പറഞ്ഞിട്ടുള്ള മഹാഗുരുക്കന്മാർ നമുക്കുണ്ട്. ചടങ്ങിൽ സ്വാഗത സംഘം ചെയർമാൻ K രാജൻ അധ്യക്ഷനായിരുന്നു. C കൃഷ്ണൻ MLA മുഖ്യാതിഥിയായി. ഉദ്ഘാടന സമ്മേളനത്തിന് മുൻപായി K രാമമാരാർ മാസ്റ്റർ അനുസ്മരണ ഹാളിന്റെ ഉദ്ഘാടനവും മധുപാൽ നിർവഹിച്ചു. തുടർന്ന് ക്ലബ്ബ് പ്രവർത്തകരുടെ കലാപരിപാടികളും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ. കാർഷിക കേരളത്തിന് തന്നെ മുതൽക്കൂട്ടായി ജില്ലാ പഞ്ചായത്ത് വിത്തുൽപാദന കേന്ദ്രം. വിശാലമായ കൃഷിയിടത്തിൽ നെല്ലിനൊപ്പം വിവിധ പച്ചക്കറികളുമാണ് ഇവിടെ കൃഷി ചെയ്യുന്നത്. ആദ്യമായി ഈ വർഷം മുതൽ പച്ചക്കറി തൈകളും കേന്ദ്രം വഴി വിതരണം ചെയ്തു. കൃഷിയുമായി ബന്ധപ്പെട്ട ഏതുതരം സംശയങ്ങൾക്കും പൊതുജനങ്ങൾക്ക് ആശ്രയിക്കാമെന്നതും കേന്ദ്രത്തെ ശ്രദ്ധേയമാക്കുന്നു.
സ്വർണ്ണവർണ്ണത്തിലുള്ള നെൽക്കതിരുകൾ നിറഞ്ഞ് കണ്ണെത്താ ദൂരത്തോളം വ്യാപിച്ചു കിടക്കുന്ന പാടം കൃഷിയെ സംസ്കാരത്തിന്റെ ഭാഗമാക്കിയെങ്കിലും ഇന്ന് കേരളത്തിൽ അപൂർവമായി മാത്രം കാണുന്ന ഒരു കാഴ്ചയാണിത്. എന്നാൽ കാങ്കോലിലെ ജില്ലാ പഞ്ചായത്ത് സംസ്ഥാന വിത്തുൽപാദന കേന്ദ്രത്തിൽ ഈ കാഴ്ച ഇതുവഴി പോകുന്നവർക്ക് പുതുമയല്ല. വിത്തുൽപാദനത്തിനാണെങ്കിലും കൃഷിയെ സ്നേഹിക്കുന്ന ഒരു കൂട്ടം ജീവനക്കാരും തൊഴിലാളികളുടെയും ആത്മാർത്ഥതയാണ് സംസ്ഥാനത്താകെ മാതൃകയായി ഈ കേന്ദ്രത്തെ വളർത്തുന്നതിലെ പ്രധാന ഘടകം. 10.041 ഹെക്ടറിലാണ് വിത്തുൽപാദന കേന്ദ്രം വ്യാപിച്ചു കിടക്കുന്നത്. ഇതിൽ 7 ഹെക്ടറിലും നെൽകൃഷിയാണ്. ഉൽപ്പാദിപ്പിക്കാനുള്ള വിത്ത് ആദ്യഘട്ടത്തിൽ തന്നെ 50 സെന്റ് സ്ഥലത്താണ് കൃഷി ചെയ്യുന്നത്. ഇതിൽ നിന്നുള്ള വിളവാണ് വിത്തായി പിന്നീട് കൂടുതൽ ഭാഗങ്ങളിൽ കൃഷിയൊരുക്കി കൂടുതൽ വിത്താക്കുന്നത്. ഒന്നാം വിളയിൽ 500 കിലോഗ്രാം വിത്താണ് ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നത്. ജില്ലയിലെ കൃഷിഭവനുകൾ വഴി ഈ വിത്തുകൾ കർഷകരിലെത്തും. ജ്യോതി വിത്താണ് ഇത്തവണ ഇവിടെ ഉൽപ്പാദിപ്പിച്ചിരിക്കുന്നത്. ജലസേചനത്തിന്റെ സൗകര്യക്കുറവ് ഇവിടുത്തെ കൃഷിയെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ രണ്ടാം വിള പരമാവധി 4 ഹെക്ടറിൽ മാത്രമാണ് വിളയിറക്കുന്നത്. എന്നാൽ മറ്റു സ്ഥലങ്ങളിൽ തരിശിടാൻ ജീവനക്കാരും തൊഴിലാളികളും തയ്യാറല്ല. പച്ചക്കറി കൃഷി ചെയ്ത് ഗുണമേന്മയുള്ള വിത്ത് ഉൽപ്പാദിപ്പിച്ച് കർഷകരിലെത്തിക്കും. പാവയ്ക്ക, പടവലം, പയർ, മത്തൻ, കുമ്പളം, ചീര തുടങ്ങിയവയാണ് കൃഷിയൊരുക്കി വിത്ത് ഉൽപ്പാദിപ്പിക്കുന്നത്. നെൽകൃഷി കഴിച്ച് ബാക്കി വരുന്ന സ്ഥലങ്ങളിൽ വാഴ, കുരുമുളക്, ചേന, മഞ്ഞൾ എന്നിവയും കൃഷി ചെയ്ത് വിത്ത് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. മണ്ണീര കമ്പോസ്റ്റ് നിർമ്മിച്ച് കൃഷിക്കാവശ്യമായ വളവും ഇവിടെ തന്നെ തയ്യാറാക്കുന്നു. കാർഷിക മേഖലയിൽ കർഷകർക്ക് പരമാവധി സേവനങ്ങൾ നൽകുക എന്നതാണ് കേന്ദ്രത്തിന്റെ ലക്ഷ്യം. അതിനാൽ പ്രോട്രേ തൈകൾ ഇത്തവണ ആദ്യമായി ഒരുക്കിയിരിക്കുന്നു. തക്കാളി, വഴുതിന, പറങ്കി തുടങ്ങിയ തൈകളാണ് ഈ വർഷം തയ്യാറാക്കി വിൽപ്പന നടത്തുന്നത്. 40,000-ഓളം തൈകൾ ഇതിനകം വിറ്റുകഴിഞ്ഞതായും പ്രവർത്തകർ പറയുന്നു. പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ 4 പഞ്ചായത്തുകൾ വഴിയും കർഷകർക്ക് നേരിട്ടും തൈകൾ വിതരണം ചെയ്യുന്നുണ്ട്. തണുപ്പുകാല വിളകളായ ക്യാബേജ്, കോളിഫ്ലവർ തൈകൾ വിതരണത്തിന് പാകമാവുന്നു. തൈകൾ നിർമ്മിക്കുമ്പോൾ ആവശ്യം വേണ്ടുന്ന പോളി ഹൗസ് ഇവിടെയില്ലാത്തത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. അടുത്ത വർഷം തന്നെ ഇത് പരിഹരിക്കുമെന്നും സീനിയർ കൃഷി ഓഫീസർ കെ മോഹനൻ പറയുന്നു. ഇതോടെ കൂടുതൽ പച്ചക്കറി തൈകൾ ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന്റെ സജീവമായ പരിഗണനയും പ്രോത്സാഹനവും വിത്തുൽപാദന കേന്ദ്രത്തിനുണ്ട്. ജില്ലാ പഞ്ചായത്ത് അംഗം ചെയർമാനായ ഫാം ഡെവലപ്മെന്റ് കമ്മിറ്റി ഇടയ്ക്കിടെ യോഗം ചേർന്ന് കേന്ദ്രത്തിന്റെ പ്രവർത്തനവും വിലയിരുത്തുന്നു. 30 ലക്ഷം രൂപ ചിലവിൽ ഇവിടുത്തെ പുതിയ കെട്ടിടം നിർമ്മാണത്തിലാണ്. സീനിയർ കൃഷി ഓഫീസർ, കൃഷി അസിസ്റ്റന്റ്, ക്ലർക്ക്, 2 ഓഫീസ് അറ്റൻഡർമാർ എന്നിങ്ങനെയാണ് ഇവിടുത്തെ ജീവനക്കാർ. ആൺ തൊഴിലാളികളുടെ ക്ഷാമമാണ് കേന്ദ്രം അനുഭവിക്കുന്ന മറ്റൊരു പ്രശ്നം. സ്ഥിരമായി 13ഉം താൽക്കാലികമായി 20ഉം തൊഴിലാളികളാണ് വിത്തുൽപാദന കേന്ദ്രത്തിൽ ജോലി ചെയ്യുന്നത്. പുതിയ മാറ്റങ്ങൾ കൃഷിയിലും രീതിയിലും സംഭവിക്കുമ്പോൾ കർഷകർക്ക് ആവശ്യമായ സഹായവും സേവനവുമായി കാങ്കോൽ വിത്തുൽപാദന കേന്ദ്രം ശ്രദ്ധേയമാവുകയാണ്. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ. റേഷൻ കാർഡ് ഫോട്ടോ എടുപ്പ് തൃക്കരിപ്പൂർ പഞ്ചായത്തിന്റെ വിവിധ കേന്ദ്രങ്ങളിൽ ആരംഭിച്ചു. തൃക്കരിപ്പൂർ പഞ്ചായത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ ക്യൂവിൽ നിന്ന് ക്ഷീണിതരായ നിരവധി പേർ പ്രതിഷേധത്തിൽ. വെയിൽ കൊണ്ട് രാവിലെ മുതൽ നീണ്ട നിരയാണ് ഓരോ കേന്ദ്രത്തിലും കാണപ്പെട്ടത്. നീണ്ട നിരകളാണ് ഓരോ ഫോട്ടോയെടുപ്പ് കേന്ദ്രത്തിലും രാവിലെ മുതൽ അനുഭവപ്പെട്ടത്. പൊരിവെയിലിൽ നിന്നും അടുത്ത സ്ത്രീകൾ പരാതിപ്പെടുന്നത് പല കേന്ദ്രങ്ങളിലും കാണപ്പെട്ടു. വളരെ കഷ്ടമുണ്ട്. ഇത് ഇതുപോലെ നടത്തിയാൽ മതി. ഈ നിയമം ഇതുപോലെ നടത്തണം. ഇതിന് പറഞ്ഞ പ്രകാരം എല്ലാം ചെയ്തോളണം. പൂരിപ്പിച്ച അപേക്ഷാ ഫോറവും അനുബന്ധ രേഖകളും പരിശോധിച്ച് കൃത്യത വരുത്തിയതിനു ശേഷമുള്ള ഫോട്ടോയെടുപ്പ് ഓരോന്നും വൈകുന്നതോടെ പുറത്തു നിൽക്കുന്നവരുടെ പ്രതിഷേധവും വർദ്ധിച്ചു. ഐഡന്റിറ്റി കാർഡും ആധാർ കാർഡും പോലെ തെളിച്ചമില്ലാത്ത, തിരിച്ചറിയാൻ കഴിയാത്ത ഫോട്ടോയെടുപ്പ് സമ്പ്രദായം ഇക്കുറിയും തുടരുന്നതിലും പരക്കെ ആക്ഷേപമുണ്ടെന്ന് ഉപഭോക്തൃ സംരക്ഷണ സമിതി തൃക്കരിപ്പൂർ പഞ്ചായത്ത് സെക്രട്ടറി CM പൂക്കോയ തങ്ങൾ പറഞ്ഞു. 5 വർഷം മുമ്പുള്ള റേഷൻ കാർഡ് ഫോറത്തിന്റെ 2 പേജ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഇന്ന് 54 തരം ചോദ്യങ്ങൾ. ഈ നേരത്തെയുള്ള എല്ലാ വിവരങ്ങളും റേഷനിങ് ഓഫീസുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുണ്ട്. അതിന് പുറമെ ഇന്ന് ധാരാളം ഐഡന്റിറ്റി കാർഡുകൾ. എന്നാലും പ്രധാനപ്പെട്ട 3 കാർഡാണ് നിലവിലുള്ളത്. ഒന്ന് വോട്ടർ ID കാർഡ്, മറ്റൊന്ന് ആധാർ കാർഡ്. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. റേഷൻ കാർഡ് ഫോട്ടോ എടുപ്പ് പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫർമാരെ ഏൽപ്പിക്കാത്തതിൽ പ്രതിഷേധിച്ച് ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ തൃക്കരിപ്പൂർ യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഫോട്ടോ എടുപ്പ് കേന്ദ്രത്തിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. ആധാർ കാർഡിലെ ഫോട്ടോ കണ്ടാൽ കറുത്തിരണ്ട രൂപങ്ങൾ, പെറ്റമ്മയ്ക്ക് പോലും മക്കളെ തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിൽ തിരിച്ചറിയൽ കാർഡ് തുടങ്ങി തയ്യാറാക്കിയ സമ്പ്രദായം തന്നെ റേഷൻ കാർഡ് ഫോട്ടോ എടുപ്പിലും സ്വീകരിച്ചതിൽ പ്രതിഷേധിച്ചും
തൊഴിൽ മേഖലയിലേക്കുള്ള കടന്നുകയറ്റത്തിനെതിരെ പ്രതിഷേധിച്ചുമാണ് AKPA തൃക്കരിപ്പൂർ യൂണിറ്റ് പ്രവർത്തകർ പ്രതിഷേധ പ്രകടനം നടത്തിയത്. ടൗൺ ചുറ്റിയ പ്രകടനക്കാർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഫോട്ടോയെടുപ്പ് കേന്ദ്രത്തിലേക്ക് തിരിഞ്ഞതോടെ പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം പ്രഭാകരൻ തരങ്ങിനെ ഉദ്ഘാടനം ചെയ്തു. ഈ ഐഡന്റിറ്റി കാർഡിലും ഈ ആധാർ കാർഡിലുമുള്ള ഫോട്ടോ കണ്ടാൽ ആർക്കും തിരിച്ചറിയലിന് വേണ്ടി എടുക്കുന്ന ഫോട്ടോ ആരും തിരിച്ചറിയുന്നുണ്ടോ? ഒരു സെൽഫി എടുത്ത പോലെ എല്ലാം ഒരു തവള മുഖവും ഇരുണ്ട രൂപവുമാണ് എല്ലാ ID കാർഡിലും ആധാർ കാർഡിലും ഉള്ളത്. യൂണിറ്റ് പ്രസിഡന്റ് കണ്ണൻ അധ്യക്ഷനായി. അമീർ അലി ഒളവറ, മുഹമ്മദ് കുഞ്ഞി, AG അഷറഫ്, സേതു ചൈത്രം, വേണു സൂര്യ തുടങ്ങിയവർ നേതൃത്വം നൽകി. ബാലസംഘം പയ്യന്നൂർ ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ എഴുത്തിലേക്കൊരു ചുവടുവയ്പ് സംഘടിപ്പിച്ചു. ഉദ്ഘാടനവും ചുവട് സാഹിത്യപതിപ്പ് പ്രകാശനവും കവി CM വിനയേന്ദ്രൻ നിർവഹിച്ചു. ബാലസംഘം പയ്യന്നൂർ ഏരിയ കമ്മിറ്റിയുടെ കീഴിലുള്ള ബാലസംഘം യൂണിറ്റുകളിലെ എഴുത്തുകാരായ കുട്ടികളുടെ സംഗമവും കയ്യെഴുത്ത് മാസികകളുടെ പ്രദർശനവും പയ്യന്നൂർ കൈരളി മിനി ഓഡിറ്റോറിയത്തിൽ നടന്നു. കേരളത്തിലെ പ്രമുഖരായ പല സാഹിത്യകാരന്മാരും ഉയർന്നുവന്നത് അവരുടെ നാടുകളിൽ നിന്നും പ്രസിദ്ധീകരിച്ചിരുന്ന കയ്യെഴുത്ത് മാസികകളിലൂടെയായിരുന്നു. എന്നാൽ ഇന്ന് കാമ്പുള്ള കയ്യെഴുത്തു മാസികകൾ കുറഞ്ഞുവരികയാണെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ വിനയചന്ദ്രൻ പറഞ്ഞു. അച്ചടിയുടെയും ഒക്കെ വലിയ ചില മുന്നേറ്റങ്ങൾ ഉണ്ടായ ഒരു കാലഘട്ടത്തിൽ കയ്യെഴുത്ത് നേരിട്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തയ്യാറാക്കുന്ന മാസികകളുടെ കയ്യെഴുത്ത് മാസികകളുടെ ആ ഒരു സൗന്ദര്യവും അതിനൊരു ആകർഷണീയതയും ഒക്കെ തന്നെ നമ്മളെയൊക്കെ വല്ലാതെ ഗൃഹാതുരമായ ഓർമ്മയിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. മികച്ച കയ്യെഴുത്തു മാസികയ്ക്കുള്ള സമ്മാനദാനം ബാലസംഘം ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം KU രാധാകൃഷ്ണൻ നിർവഹിച്ചു. ചടങ്ങിൽ ബാലസംഘം പയ്യന്നൂർ ഏരിയ പ്രസിഡന്റ് ബബിൻ C അധ്യക്ഷനായി. വിപിൻ M, ഷിതിൻ KV, T ഗോപാലൻ, സുനിൽ കുന്നരു തുടങ്ങിയവർ പ്രസംഗിച്ചു. കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്ത് 1-ാം വാർഡിന്റെ നേതൃത്വത്തിലുള്ള കല്ലുമ്മക്കായ കൃഷിക്ക് തുടക്കമായി. പെരുമ്പാപ്പുഴയിൽ നടന്ന വിത്തിറക്കൽ ജില്ലാ പഞ്ചായത്ത് അംഗം M കുഞ്ഞിരാമൻ ഉദ്ഘാടനം ചെയ്തു. കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന്റെ ഊർജ്ജല മത്സ്യകൃഷി പദ്ധതിയുടെ ഭാഗമായാണ് കുഞ്ഞിമംഗലം പഞ്ചായത്തിൽ കല്ലുമ്മക്കായ കൃഷി ആരംഭിച്ചത്. 30,000 രൂപ ചിലവിലാണ് പദ്ധതി തയ്യാറാക്കുന്നത്. 5 മാസത്തിനുള്ളിൽ വിളവെടുക്കാൻ സാധിക്കുമെന്നാണ് പ്രവർത്തകരുടെ വിശ്വാസം. മൃഗതുല്യമായ ജീവിതം നയിക്കുന്ന എത്രയോ സംസ്ഥാനങ്ങളും കോടാനുകോടി ജനങ്ങൾ ഈ രാജ്യത്തുണ്ട്. ഒരു തരത്തിലുള്ള മാനസിക പരിഗണന അവർക്കില്ല. ഇങ്ങനെ പെറ്റുകൂട്ടാൻ പറ്റുന്ന യന്ത്രമായിട്ട് കാണുന്നതാണ് വിഷമേധാവിത്വം. പെരുമ്പാപ്പുഴയോരത്ത് നടന്ന ചടങ്ങിൽ മഹിളാ അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി അംഗം P ഇന്ദിര അധ്യക്ഷയായിരുന്നു. അക്വ കോർഡിനേറ്റർ സോജ PP പദ്ധതി വിശദീകരണം നടത്തി. സീമ PP, സുലേഖ M തുടങ്ങിയവർ സംസാരിച്ചു. സീമ PP, വസന്ത PP, ഉമാദേവി PN, ബിന്ദു PP, ബീന PP എന്നിവരടങ്ങുന്ന സംഘത്തിന്റെ നേതൃത്വത്തിലാണ് കല്ലുമ്മക്കായ കൃഷി നടത്തുന്നത്. ന്യൂസ് ബ്യൂറോ, പിലാത്ര. ചിരട്ടക്കരിക്കും ചിരട്ടയ്ക്കും വിലക്കയറ്റം. ഇവയെ ആശ്രയിച്ച് കഴിയുന്ന സറാപ്പുമാർക്കും കൊല്ലപ്പണിക്കാർക്കും തൊഴിലിനെ കടുത്ത ദുരിതത്തിലാക്കുന്നു. അതുകൊണ്ട് തന്നെ പൊന്നൊരുക്കാൻ പൊന്നും വില നൽകി ചിരട്ടകൾ വാങ്ങേണ്ട അവസ്ഥയിലാണ് തൊഴിലാളികൾ. അടുത്ത കാലം വരെ ആരും ശ്രദ്ധിക്കാത്തതും വലിയ ആവശ്യക്കാരില്ലാത്തതുമായിരുന്ന ചിരട്ടയ്ക്ക് വില വർദ്ധിച്ചതോടെ ഇതിനെ ആശ്രയിച്ച് ജീവിക്കുന്ന തൊഴിലാളികൾ കടുത്ത പ്രതിസന്ധിയിൽ. ഈ അടുത്ത കാലം വരെ ചിരട്ട 100 എണ്ണത്തിന് 12 രൂപ മുതൽ 20 രൂപ വരെയായിരുന്നു വില. എന്നാൽ ഇപ്പോൾ 100 എണ്ണത്തിന് 100 രൂപ കടന്നു. ഇതോടെയാണ് ചിരട്ടക്കരി ഉപയോഗിച്ച് ജോലി ചെയ്യുന്ന കൊല്ലപ്പണിക്കാരും സ്വർണ്ണപ്പണിക്കാരും സറാപ്പുമാരും കഷ്ടത്തിലായത്. കൊല്ലപ്പണിക്കാരന്റെ ആലയിലെ ഇരുമ്പ് പഴുപ്പിക്കാൻ ചിരട്ടക്കരി വേണം. സ്വർണ്ണപ്പണിക്കാരുടെ ഉമിച്ചട്ടിയിൽ സ്വർണ്ണമൊരുക്കാനും ചിരട്ടക്കരിയാണ് വേണ്ടത്. ചിരട്ടയ്ക്ക് ഇക്കാലം അത്രയും ഇല്ലാത്ത വിലവർധന തൊഴിലിനെ തന്നെ ബാധിക്കുകയാണ്. പയ്യന്നൂരിലെ സറാപ്പായ സുരേന്ദ്രൻ പറയുന്നത് കേൾക്കാം. 20 റുപ്യ സ്റ്റാർട്ടിങ് ഉണ്ടായത് ഇപ്പോൾ 150 റുപ്യ വരെ കൊടുത്തിട്ടാണ് വാങ്ങിക്കുന്നത്. അതുതന്നെ കിട്ടുന്ന കരി വളരെ മോശമായ രീതിയിലല്ലേ കിട്ടുന്ന. അവിടെ കരിയായിട്ട് നമുക്ക് ഉപയോഗിച്ച് പോകാൻ പറ്റില്ല. ഇപ്പം ഗ്യാസാണ് ഉപയോഗിക്കുന്നത്. ഈ ഗ്യാസ് തന്നെ വളരെ വിലയും കൂടി, ഗ്യാസ് നല്ല രീതിയിൽ കിട്ടുന്നുമില്ല. ഓരോ പണിക്കാരും 500ഉം 1000ഉം ചിരട്ടകൾ ഒന്നായി ശേഖരിക്കുകയാണ് പതിവ്. ഇന്നത്തെ അവസ്ഥയിൽ കയറ്റിറക്കു കൂലിയും വാഹന വാടകയും അടക്കം 100 ചിരട്ടയ്ക്ക് 150 രൂപയോളം വില വരുമെന്നാണ് തൊഴിലാളികൾ പറയുന്നത്. ആയുധങ്ങളുടെ പണി തീർത്ത് കൂലി പറഞ്ഞു വാങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. മുൻകാലങ്ങളിൽ മരത്തിന്റെ ഉണങ്ങിയ വേര് ഉപയോഗിക്കുമായിരുന്നു. ഇന്ന് അതും കിട്ടാനില്ല. ചിരട്ടയുടെ വിലക്കയറ്റം കൊല്ലപ്പണിക്കാരെയും സറാപ്പുമാരെയും കടുത്ത പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. DYFI മാടായി ബ്ലോക്ക് കമ്മിറ്റി പിലാത്രയിൽ നടത്തുന്ന ഉണർവ് സാംസ്കാരികോത്സവത്തിന്റെ ഭാഗമായി ശ്രീനാരായണനും കേരളീയ സമൂഹവും എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു.
ഡിവൈഎഫ്ഐ മാടായി ബ്ലോക്ക് കമ്മിറ്റി പിലാത്രയിൽ നടത്തുന്ന ഉണർവ് സാംസ്കാരികോത്സവത്തിന്റെ ഭാഗമായി ശ്രീനാരായണനും കേരളീയ സമൂഹം എന്ന വിഷയത്തിൽ സെമിനാർ നടത്തി. ദൈവദശകം 100-ാം വർഷം ആഘോഷിക്കുന്നതിന്റെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. പി കെ സുരേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. എല്ലാ മനുഷ്യർക്കും ജീവിക്കേണ്ട വിഭവങ്ങളുണ്ട്. പക്ഷെ ഒരു മനുഷ്യന്റെയും അത്യാർത്തിക്ക് തികയുന്ന വിഭവങ്ങളില്ല എന്ന് ഗാന്ധിജിയുടെ ഏറ്റവും രൂക്ഷമായ ഒരു മുതലാളിത്ത വിരുദ്ധ നിലപാടാണ്. എം വി രാജീവൻ അധ്യക്ഷനായി. സാംസ്കാരികോത്സവം 26-ന് സമാപിക്കും. 20 മുതൽ ആരംഭിച്ച പുസ്തകോത്സവം 31-ന് സമാപിക്കും. നാട്ടുപച്ചയും ജൈവ വൈവിധ്യങ്ങളും തേടി സ്കൂൾ കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും പഠനയാത്ര. ജീവിത തിരക്കുകൾക്കിടയിൽ ചുറ്റുപാടുകൾ മറന്നുപോകുന്ന പുതിയ കാലത്ത് ആഭ്യന്തര വിനോദസഞ്ചാരം എന്ന ആശയം മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ശതാബ്ദി ആഘോഷിക്കുന്ന കണ്ടോത്ത് ALP സ്കൂൾ പഠനയാത്ര സംഘടിപ്പിച്ചത്. നാടറിയാൻ എന്ന പേരിൽ സംഘടിപ്പിച്ച യാത്രയിൽ സ്കൂളിലെ മുഴുവൻ കുട്ടികളും ഒപ്പം രക്ഷിതാക്കളും പങ്കെടുത്തു. പ്രകൃതിയിലെ സ്വാഭാവിക നീർച്ചാട്ടമായ കാനായി കാനത്തിലേക്കാണ് പഠനയാത്ര സംഘം ആദ്യം പുറപ്പെട്ടത്. പിന്നെ പ്രമുഖ ജൈവ കർഷകൻ പയ്യഞ്ചാലിലെ KBR കണ്ണന്റെ ഉദ്യാനത്തിലെത്തി. തൊടിയിലും കവാടത്തിലുമായി വിളയിച്ചെടുത്ത ജൈവ പച്ചക്കറികളും അപൂർവ ഫലങ്ങളും സംഘം നേരിട്ട് കണ്ട് മനസ്സിലാക്കി. ജൈവ കൃഷിരീതിയുടെ വിളനിലമായ ഇദ്ദേഹത്തിന്റെ പാടശേഖരവും പൂന്തോട്ടവുമെല്ലാം കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും കൗതുകവും ജിജ്ഞാസയും പകർന്നു. കീടനാശിനി തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത കക്കിരിയും കാർബൈഡ് കണി കാണാത്ത ആപ്പിളും മുന്തിരിയും കുട്ടികൾ രുചിച്ചു നോക്കി. ഉളിയത്തുകടവ് ഉപ്പു സത്യാഗ്രഹ ഭൂമി, ഇടയിലക്കാട് കാവ്, ഹനുമാൻ പ്രതിമ തുടങ്ങിയ സ്ഥലങ്ങൾ സന്ദർശിച്ച് എട്ടിക്കുളം ബീച്ചിലാണ് യാത്ര പരിസമാപിച്ചത്. സ്കൂൾ പ്രധാനാധ്യാപിക KV ഗിരിജ, KV നളിനി, KT ബാലാമണി, V മോഹനൻ, P കമലാക്ഷൻ, A മനോഹരൻ, A സിന്ധു എന്നിവർ യാത്രയ്ക്ക് നേതൃത്വം നൽകി. അശാസ്ത്രീയമായി കെട്ടിട നികുതി വർദ്ധിപ്പിച്ചതിൽ പ്രതിഷേധിച്ച് പടന്ന പഞ്ചായത്ത് UDF കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. പടന്ന പഞ്ചായത്തിലെ വീട്ടുനികുതിയും കെട്ടിട നികുതിയും വർദ്ധിപ്പിച്ചതിൽ അശാസ്ത്രീയത ഉണ്ടെന്നാരോപിച്ച് നടത്തിയ മാർച്ചിൽ നിരവധി UDF നേതാക്കളും പ്രവർത്തകരും പങ്കെടുത്തു. മാർച്ചിനെ തുടർന്ന് പഞ്ചായത്ത് ഓഫീസിനു മുന്നിൽ നടന്ന ധർണ PC സാലിയുടെ അധ്യക്ഷതയിൽ KPCC ജനറൽ സെക്രട്ടറി KP കുഞ്ഞിക്കണ്ണൻ ഉദ്ഘാടനം ചെയ്തു. UDF നേതാക്കളായ VKP ഹമീദലി ഹാജി, KM ഷംസു ഹാജി, PK ഫൈസൽ, KP പ്രകാശൻ, PKC യൂസഫ് ഹാജി, P കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ, PV മുഹമ്മദ് അസ്ലം, K കുഞ്ഞമ്പു തുടങ്ങിയവർ പ്രസംഗിച്ചു. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഹയർ സെക്കൻഡറി കഥകളി മത്സരത്തിൽ ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ മാടായി ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ A ഗ്രേഡ് നേടി. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കഥകളി ഗ്രൂപ്പിനത്തിൽ സ്കൂളിലെ അരുണിമ രാജനും നമിത ധനരാജുമാണ് A ഗ്രേഡോടെ വിജയം നേടിയത്. ജില്ലയിലേക്ക് തന്നെ പോയിന്റ് നേടിക്കൊടുത്ത വിദ്യാർത്ഥികളെ സ്കൂൾ അധികൃതരും അനുമോദിച്ചു. വെള്ളൂരിൽ വനിതകൾ നടത്തുന്ന പുത്തരി ഫുഡ്സ് വിജയത്തിന്റെ കഥ പറയുകയാണ്. 5 വനിതകൾ നടത്തുന്ന ഈ സ്ഥാപനം ഇന്ന് വളർച്ചയുടെ പടവുകൾ കയറുന്ന കാഴ്ചയാണുള്ളത്. വെള്ളൂരിൽ വനിതകളുടെ കൂട്ടായ്മ നടത്തുന്ന പുത്തരി ഫുഡ്സ് ശ്രദ്ധേയമാവുകയാണ്. ഒരു കൂട്ടം വനിതകളുടെ അധ്വാനത്തിൽ വിരിഞ്ഞ ഈ സ്വയം തൊഴിൽ സ്ഥാപനം ഇന്ന് അതിന്റെ ഉയർച്ചയുടെ പടവുകളിലാണ്. 2010-ൽ 5 വനിതകൾ ചേർന്ന് രൂപം കൊടുത്തതാണ് വെള്ളൂരിലെ പുത്തരി ഫുഡ്സ്. നാരായണി K, സുധ KV, വനജ O, സരസ്വതി P എന്നിവരാണിവർ. 5 ലക്ഷം രൂപ ലോണെടുത്താണ് ഈ സ്ഥാപനം ഇവർ തുടങ്ങിയത്. സ്വന്തം അധ്വാനത്താൽ ജീവിതം കരുപിടിപ്പിക്കുക എന്ന ലക്ഷ്യത്തോട് ഇവർ ഏകദേശം അടുത്തു കഴിഞ്ഞു. ലോൺ പൂർണ്ണമായും അടച്ചു തീർത്തു. രാവിലെ സ്ഥാപനത്തിലെത്തി ജോലി ചെയ്യുന്ന ഇവർക്ക് വൈകുന്നേരം കട അടയ്ക്കുന്നതുവരെ വിശ്രമമില്ല. നെല്ലുകുത്തൽ, അരി, മുളക്, മല്ലി, മഞ്ഞൾ എന്നിവ പൊടിച്ചു കൊടുക്കുന്നതിന് പുറമെ ഇവയെല്ലാം സ്വന്തം ബ്രാൻഡിൽ വിൽപ്പന നടത്തുകൂടി ചെയ്യുന്നു. ഉണക്കലരി, പുട്ടുപൊടി എന്നിവയും വിൽപ്പന നടത്തുന്നു. ഗൾഫിലേക്ക് പോകുന്നവർ വൻതോതിൽ ഇവിടെ നിന്ന് സാധനങ്ങൾ കൊണ്ടുപോകുന്നുണ്ടെന്നാണ് ഇവർ പറയുന്നത്. ആദ്യമെല്ലാം സാധനങ്ങൾ തലയിലേറ്റി വീടുകൾ തോറും നടന്ന വിൽപ്പന നടത്തിയതും ഇവർ ഓർത്തെടുക്കുന്നു. ഇന്ന് ഇവരുടെ ഉൽപ്പന്നങ്ങളുടെ ഗുണമേന്മ കണ്ടറിഞ്ഞ് ആവശ്യക്കാർ കടയിലെത്തുകയാണ്. പുറത്തുനിന്ന് കുത്തിയിട്ട് അരിയാക്കിയിട്ട് വിറ്റിട്ട് ഒന്ന് അങ്ങനെ തുടങ്ങാനാണ് ആദ്യം വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മളെ ഒരു സാമൂഹ്യ പ്രവർത്തനത്തിൽപ്പെട്ട VK കൃഷ്ണൻ നമുക്കൊരു മില്ല് തുടങ്ങിയാലോ നാരായണീന്ന് ചോദിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മില്ല് ആരംഭിക്കാനുള്ള ശ്രമം, എല്ലാ സഹായങ്ങളും നമ്മളെ 3-ാം വാർഡിൻ്റെ വാർഡ് കമ്മിറ്റിയുടെ ഒരു സഹായം ഉണ്ടായിട്ടുണ്ട്. ഇതിൻ്റെ വിജയത്തിന് പിന്നാലെ ഒരു ഹോട്ടൽ കൂടി ഇവർ തുടങ്ങിക്കഴിഞ്ഞു. സ്വന്തം പുരയിടത്തിൽ വിളയിച്ചെടുത്ത ജൈവ പച്ചക്കറികളാണ് കറിക്ക് ഉപയോഗിക്കുന്നത്. മീൻ, ഇറച്ചി തുടങ്ങിയ സാധനങ്ങളെ പുറമേ നിന്ന് വാങ്ങാറുള്ളൂ.
ഉച്ചഭക്ഷണത്തിനും ധാരാളം ആൾക്കാർ കടയിലേക്ക് വരാറുണ്ട്. കൂടാതെ ഇവർ ഭക്ഷണം പാഴ്സൽ സർവീസും തുടങ്ങിക്കഴിഞ്ഞു. ഉയരങ്ങളിലേക്ക് ഈ സ്ഥാപനത്തെയും എത്തിക്കുക എന്നതുതന്നെയാണ് ഏതൊരാളെപ്പോലെയും ഇവരുടെയും സ്വപ്നം. ഒപ്പം സ്വന്തം കുടുംബത്തെ സഹായിക്കാൻ കഴിയുന്നു എന്ന ചാരിതാർത്ഥ്യവും ഇവരുടെ മുഖങ്ങളിൽ കാണാം. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. ഹാഷ്മി തൃക്കരിപ്പൂരും അൽഹുദ ബിരിച്ചേരിയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന അംഗീകൃത സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിൽ പയ്യന്നൂർ കോളേജും MSP മലപ്പുറവും തമ്മിൽ നടന്ന വാശിയേറിയ മത്സരം കാണികൾക്ക് ആവേശമായി മാറി. മത്സരം MSP മലപ്പുറം വിജയിച്ചു. ടൂർണമെന്റിന്റെ കഴിഞ്ഞ ദിനങ്ങളിൽ കണ്ട വിരസതയ്ക്ക് വിരാമമിട്ടുകൊണ്ടാണ് പയ്യന്നൂർ കോളേജും MSP മലപ്പുറവും മൈതാനത്ത് നിറഞ്ഞു കളിച്ചത്. ഗാലറികളെ ഇളക്കിമറിക്കും വിധം കളിപ്പന്തിന്റെ വിസ്മയിപ്പിക്കുന്ന ചലനങ്ങൾ കാണികൾക്ക് ഉണർവേകി. 4-2 മുന്നിട്ടു നിന്നിരുന്ന പയ്യന്നൂർ കോളേജിനെ അട്ടിമറിയോടെയാണ് 5-1 പിന്നിലാക്കി MSP മലപ്പുറം വിജയികളായത്. മത്സരത്തിലെ മികച്ച കളിക്കാരനുള്ള ട്രോഫിയും ക്യാഷ് പ്രൈസും MSP മലപ്പുറത്തിന്റെ സൽമാന് തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AGC ബഷീർ സമ്മാനിച്ചു. കേരള ക്രിക്കറ്റ് അസോസിയേഷൻ സ്കൂൾ കുട്ടികൾക്കായി നടത്തുന്ന ക്രിക്കറ്റ് അറ്റ് സ്കൂൾ പദ്ധതിയുടെ ഭാഗമായുള്ള ക്രിക്കറ്റ് ടൂർണമെന്റിന്റെ പയ്യന്നൂർ മേഖലാ മത്സരങ്ങൾ പയ്യന്നൂർ ബോയ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ നടന്നു. പയ്യന്നൂർ സ്പോർട്സ് ആൻഡ് കൾച്ചറൽ ഡെവലപ്മെന്റ് അസോസിയേഷൻ പ്രസിഡന്റ് TI മധുസൂദനൻ ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ, മാടായി, തളിപ്പറമ്പ് നോർത്ത്, സൗത്ത് എന്നീ സബ് ജില്ലകളിൽ നിന്നായി നിരവധി സ്കൂളുകൾ ടൂർണമെന്റിൽ പങ്കെടുത്തു. ഫൈനലിൽ നിലവിലെ റണ്ണറപ്പായ PJHS പുതിയങ്ങാടിയെ 9 വിക്കറ്റിനെ പരാജയപ്പെടുത്തി ഗവൺമെന്റ് ഹൈസ്കൂൾ മാത്തിൽ ജേതാക്കളായി. മികച്ച ബാറ്റ്സ്മാനായി മാത്തിൽ സ്കൂളിലെ നവനീത്, മികച്ച ബോളർ വിഷ്ണുദേവ് എന്നിവരാണ്. പയ്യന്നൂർ ബോയ്സ് ഹൈസ്കൂൾ ഹെഡ് മാസ്റ്റർ സേതു മാസ്റ്റർ, പയ്യന്നൂർ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ രവി മാസ്റ്റർ എന്നിവർ ചേർന്ന് സമ്മാനദാനം നിർവഹിച്ചു. C. സത്യനാരായണൻ, രഞ്ജിത്ത് പെരളം എന്നിവർ സംസാരിച്ചു. ഇനി ഉത്സവ വിശേഷങ്ങൾ. വെള്ളൂർ കൊട്ടനച്ചേരി മഹാക്ഷേത്രക്കുളം സമർപ്പണം ജനുവരി 26 തിങ്കളാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. 2010 മുതൽ 2015 വരെ 5 വർഷങ്ങളിലായിട്ടാണ് ക്ഷേത്രക്കുളത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. തെക്കടവൻ നാരായണൻ പണിക്കരുടെ നേതൃത്വത്തിൽ അദ്ദേഹത്തിന്റെ 12ഓളം വിദഗ്ധ ശിഷ്യന്മാരുടെ സഹായത്തോടെയാണ് ജോലി പൂർത്തീകരിച്ചത്. ധാരാളം അവിദഗ്ധ തൊഴിലാളികളുടെ സേവനവും കുളം നിർമ്മാണത്തിന് പ്രയോജനപ്പെടുത്തി. 25,000 ചെറുകല്ലുകളും 2000ഓളം വലിയ പാവുകല്ലുകളും 12 കൂറ്റൻ മൂലക്കല്ലുകളും ഉപയോഗിച്ച് വിദഗ്ധ ചെങ്കൽ ശില്പകലയിലാണ് കുളത്തിന്റെ പണി പൂർത്തിയാക്കിയത്. 25 ലക്ഷം രൂപ ചിലവിലാണ് നിർമ്മാണ പ്രവൃത്തി പൂർത്തീകരിച്ചത്. ജനുവരി 26 നടക്കുന്ന ചടങ്ങിൽ ക്ഷേത്രം അന്ത്യതിര്യന്മാരായ N. മുകുന്ദൻ, AP കൃഷ്ണൻ എന്നിവർ ക്ഷേത്രക്കുളത്തിന്റെ സമർപ്പണം നിർവഹിക്കും. തുടർന്ന് ക്ഷേത്രക്കുളം നിർമ്മാണത്തിന് നേതൃത്വം നൽകിയ തെക്കടവൻ നാരായണൻ പണിക്കരെ ശില്പരാജ പുരസ്കാരം നൽകി ആദരിക്കും. 25,000 രൂപയും ആർട്ടിസ്റ്റ് ബാലൻ പാലായി രൂപകൽപ്പന ചെയ്ത ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് ശില്പരാജ പുരസ്കാരം. ക്ഷേത്രം വികസന സമിതി പ്രസിഡന്റ് PP ദാമു അധ്യക്ഷനായിരിക്കും. പ്രമുഖർ ചടങ്ങിൽ സംബന്ധിക്കുമെന്നും ഭാരവാഹികൾ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. AV രാഘവൻ, K. കരുണാകരൻ, PP പവിത്രൻ, PP ദാമു, TV ദാമോദരൻ, PK ദാമോദരൻ, T. തമ്പാൻ എന്നിവർ മാധ്യമസമ്മേളനത്തിൽ സംബന്ധിച്ചു. മരീക്കാംവള്ളി കക്കര ഭഗവതി ക്ഷേത്രത്തിൽ പുനഃപ്രതിഷ്ഠാ ബ്രഹ്മകലശത്തിന് തുടക്കമായി. പുനഃപ്രതിഷ്ഠാ ബ്രഹ്മകലശത്തോടനുബന്ധിച്ച് കലവറ നിറക്കൽ ഘോഷയാത്ര നടന്നു. നരീക്കാംവള്ളി കക്കര ഭഗവതി ക്ഷേത്രത്തിൽ പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശ മഹോത്സവത്തോടനുബന്ധിച്ച് കലവറ നിറയ്ക്കൽ ഘോഷയാത്ര നടന്നു. കടന്നപ്പള്ളി കണിയേരി കക്കര ഭഗവതി ദേവസ്ഥാനത്തു നിന്നും കലവറ നിറയ്ക്കൽ ഘോഷയാത്ര ആരംഭിച്ചു. സാംസ്കാരിക സദസ്സിൽ മരങ്ങാട്ടില്ലത്ത് കൃഷ്ണൻ നമ്പൂതിരി ദീപം തെളിയിച്ചു. പൂന്തോട്ടത്തില്ലത്ത് കൃഷ്ണൻ നമ്പൂതിരിയെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു. നടക്കൽ വിജയൻ, വിനോദ് P. കാനായി, പാണപ്പുഴ പത്മനാഭൻ പണിക്കർ, കൂവേരിക്കാരൻ കൃഷ്ണൻ ജോത്സ്യർ, മാത്രാടൻ ഭാസ്കരൻ, VP മോഹനൻ, ബാലൻ തൃപ്പാണിക്കാരൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് ഹരീഷ് ബാബുവിന്റെ തായമ്പകയും അരങ്ങേറി. ഉദിനൂർ ശ്രീ ക്ഷേത്രപാലക ക്ഷേത്രം നവീകരണ ദ്രവ്യകലശ പാട്ടുത്സവത്തോടനുബന്ധിച്ച് നടന്ന മെഗാ തിരുവാതിരയ്ക്ക് ആയിരങ്ങളുടെ പ്രശംസ. തനത് ശൈലി കൈവിടാതെ തിരുവാതിരക്കളി അഭ്യസിപ്പിച്ച് കുഞ്ഞാമണി ടീച്ചറും അഭിനന്ദന പ്രവാഹം. ഉദിനൂർ ക്ഷേത്രപാലക ക്ഷേത്രം നവീകരണ ദ്രവ്യകലശ പാട്ടുത്സവത്തോടനുബന്ധിച്ച് നടന്ന മെഗാ തിരുവാതിര ശ്രദ്ധേയമായി. തനതു ശൈലി കൈവിടാതെ തിരുവാതിര അഭ്യസിപ്പിച്ചത് കുഞ്ഞിമണി ടീച്ചറാണ്. പിലിക്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് AV രമണി നിലവിളക്ക് തെളിയിച്ചതോടെയാണ് തിരുവാതിരയ്ക്ക് തുടക്കമിട്ടത്. 14 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ളവരെയാണ് ഡാൻസ് ടീച്ചറായ കുഞ്ഞിമണി ടീച്ചർ 1 മാസം കൊണ്ട് തിരുവാതിരയ്ക്കായി ഒരുക്കിയെടുത്തത്. തിരുവാതിരയുടെ പഴമ കൈവിടാതെ വേഷഭൂഷാദികളും പാട്ടും ചുവടുകളും ഒത്തിണങ്ങിയപ്പോൾ കാണികളും അക്ഷമരായി ആസ്വദിച്ചു. ആയിരങ്ങളാണ് തിരുവാതിര കാണാനെത്തിയത്.
പ്രസന്ന, ലത, അനുശ്രീ തുടങ്ങിയവർ ചേർന്ന് പാടിയ പാട്ടുകൊണ്ടും ക്ഷേത്രോത്സവത്തിന് മാറ്റുകൂട്ടുന്നതായി തീർന്നു തിരുവാതിര. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. കണ്ണൂർ ജില്ലാ പാരലൽ കോളേജ് കലോത്സവത്തിൽ പയ്യന്നൂർ വിദ്യാപീഠം കോളേജ് മികച്ച വിജയം കരസ്ഥമാക്കി. ഉപന്യാസ രചനയിൽ മനു കെവിയും നാടൻപാട്ടിൽ നിമിഷയും സംഘവും ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി. പ്രധാന വാർത്തകൾ വീണ്ടും. ജില്ലാ സഹകരണ ബാങ്ക് മാതമംഗലം ശാഖയുടെ പുതിയ കെട്ടിടം സഹകരണ മന്ത്രി CN ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. സഹകരണ മേഖല ജനങ്ങൾക്ക് അന്യമാകുകയാണെന്ന് മന്ത്രി. കലാകാങ്കോലിന്റെ വാർഷികാഘോഷം ചലച്ചിത്രതാരം മധുപാൽ ഉദ്ഘാടനം ചെയ്തു. ജാതിയുടെയും മതത്തിന്റെയും പേരിൽ സഹജീവികളെ വെറും വസ്തുക്കളായി കാണുന്ന കാലഘട്ടമാണ് നമ്മുടേതെന്ന് മധുപാൽ. കാർഷിക കേരളത്തിന് തന്നെ മുതൽക്കൂട്ടായി ജില്ലാ പഞ്ചായത്തിന്റെ വിത്തുൽപാദന കേന്ദ്രം. നെല്ലിനൊപ്പം പച്ചക്കറികളുടെ വൈവിധ്യങ്ങളാണ് കേന്ദ്രത്തിൽ കൃഷി ചെയ്യുന്നത്. റേഷൻ കാർഡ് ഫോട്ടോയെടുപ്പിനെ ചൊല്ലി തൃക്കരിപ്പൂരിൽ AKPIയുടെ നേതൃത്വത്തിൽ ഫോട്ടോയെടുപ്പ് കേന്ദ്രത്തിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും. ബാലസംഘം പയ്യന്നൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എഴുത്തിലേക്ക് ഒരു ചുവട് ശില്പശാല സംഘടിപ്പിച്ചു. ശില്പശാല കവി CM വിനയേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.